ഇന്നത്തെ സ്പെഷ്യൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കല്ലുമ്മക്കായും ചെമ്മീനും. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു ബിരിയാണി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കല്ലുമ്മക്കായും ചെമ്മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതിൽ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കായം തേച്ച് മാറ്റി വെക്കാം. കല്ലുമ്മക്കായ മസാല തേക്കുമ്പോൾ നമുക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പുഴുങ്ങിയെടുത്തതിൻ്റെ വെള്ളം ലേശം ഒഴിച്ച് കൊടുത്താൽ മതി. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓയിലും നെയ്യും ഒഴിച്ചുകൊണ്ട് നമുക്ക് അതിലോട്ട് അണ്ടിയും മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ ഉള്ളിയൊക്കെ പൊരിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കല്ലുമ്മക്കായും അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് ഓവറായിട്ട് മൊരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു മീഡിയം അളവിൽ വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ചെമ്മീനും അതുപോലെ തന്നെ വേവിച്ചെടുക്കണം. ആ പാനിൽ തന്നെ ലേശൂടെ ഓയിലോ അതുപോലെ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി അരിഞ്ഞതിലോട്ട്, ഉള്ളി ഇതുപോലെ നേർങ്ങനെ അരിയണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വാടി വരണം. നന്നായിട്ട് വാടണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം നമുക്കതിലോട്ട് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞതിന് ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. ഒന്ന് ഒതുക്കിയത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പം പുതിന കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതിയാവും. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി തൈര് ഒക്കെ കൂട്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങനൂറും കൂടി ഒഴിക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനും കടക്കൊക്കെ ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട്, കാരണം നമ്മൾ ആദ്യം ഉപ്പ് മസാലയിൽ ഇട്ടിട്ടുണ്ട്, അപ്പം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച്, വെള്ളം വേണം കേട്ടോ. മസാലയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് റൈസൊക്കെ ഇട്ട് വരുമ്പോൾ അടി പിടിക്കും. അപ്പോൾ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മസാല സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല നമുക്ക് അടച്ച് വെക്കാം. റൈസ് നമ്മൾ വേവിച്ചെടുക്കുന്നവരെ അതൊന്ന് മസാല ഒക്കെ സെറ്റായിട്ട് റെഡി ആക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കിക്കാണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോറ് വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ട് ഏലക്കായ് പട്ട പൂവൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് വെള്ളം തിളയ്ക്കും. തിളച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചും കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തുടഞ്ഞ് പോരുത് കേട്ടോ ചോറ്. ഒരു മീഡിയം വേവാകുമ്പോൾ നമുക്കത് ഊറ്റിയെടുത്തുകൊണ്ട് നമ്മൾ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ മസാലയോട്ട് ഇട്ട് കൊടുക്കണം. വെള്ളം തീരെ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കിട്ടുകൊണ്ട് ഇതുപോലെ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കണം. ഞാനിത് 1 കിലോ അരി കൊണ്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് മസാലയൊക്കെ കുറച്ച് മതി. അതുകൊണ്ടാണ് 3 ഉള്ളിയൊക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയുടെയും തക്കാളിൻ്റെ ഒക്കെ എണ്ണം കൂട്ടി കൊടുക്കാം. അങ്ങനെ ചോറൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അമർത്തി കൊടുക്കരുത് കേട്ടോ ചോറ്. എന്നിട്ട് നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് അതിൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് 6 kg കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗരം മസാലയും നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. തീ എന്താ പറയുക കുറച്ച് വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ കത്തിക്കണം. ഞാനതിൻ്റെ മുകളിലൊരു കല്ലും കൂടി എടുത്ത് വെക്കുന്നുണ്ട് ഒരു ദമ്മ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒരു പുക പോലെ വരുമ്പോൾ നമുക്ക് നമ്മളെ ദമ്മ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം കേട്ടോ. കാരണം കൂടുതൽ കത്തിച്ച് കരിച്ച് കളയരുത്. സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ പുക വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ദമ്മ് പൊളിച്ചാൽ മതി. അടിപൊളി ബിരിയാണി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ റൈസ് വേറെ മസാല വേറെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ മിക്സ് ചെയ്തെടുത്താൽ അത് നല്ല ടേസ്റ്റാണ്. ഒക്കെ മിക്സ് ചെയ്താൽ അടിപൊളി ടേസ്റ്റല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.